Dear students, Dash is used as dusting powder in surgical gloves. Talc powder, boric acid powder, zinc powder, lactulose powder ഇതൊക്കെയായിരുന്നു ഓപ്ഷൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബോറിക് ആസിഡ് പൗഡർ എന്നുള്ളതാണ്. ഇത് കുറേ കാലം മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോറിക് ആസിഡ് പൗഡറിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. അതൊരു ആൻറ്റിസെപ്റ്റിക് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്ലൗവിൽ പൗഡർ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് ഗ്ലൗ പെട്ടെന്ന് നമ്മൾ ഇടുന്ന സമയത്ത് അതിനകത്ത് മോയ്സ്ചർ വരികയും ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും കയ്യിലത് സൂട്ടാകാതെ വരികയും ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് ഗ്ലൗ ഇടുന്ന സമയത്ത് എങ്ങനെയാണ് അവസ്ഥ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. അത് പൗഡറുള്ള ഒരു ഭാഗത്തേക്ക് മാറുകയും ആ സമയത്ത് നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തീർച്ചയായിട്ടും ഇതിനകത്തൊരു പൗഡർ കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കുകയും അങ്ങനെ ചെയ്തു വരികയും ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൗഡർ എന്ന് വെച്ചാൽ ബോറിക് ആസിഡ് പൗഡർ ആയിരുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോറിക് ആസിഡ് പൗഡർ എന്ന് പറയുന്നത് ഒരു ടോക്സിക് കെമിക്കൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും ഗ്ലൗ ഉപയോഗിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഹാൻഡ് വാഷിങ് ചെയ്യുന്ന അല്ലാതെ സോപ്പ് ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം ആയിരിക്കത്തില്ല പലപ്പോഴും കഴിക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ അതിനുള്ള സമയം പോലും കിട്ടാറുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഹാൻഡ് വാഷിംഗ് കൊണ്ട് ഈ പറഞ്ഞ കെമിക്കൽ പൂർണ്ണമായിട്ടും പുറത്തു പോകണമെന്ന് നിർബന്ധമില്ല. സ്വാഭാവികമായിട്ടും ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ കെമിക്കൽ ഉള്ളിൽ പോവുകയും മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്ന് പറയുമ്പോൾ ഈ കെമിക്കൽ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മേജർ പെർസെൻറ്റേജും ശരീരത്തിൽ റീറ്റെയിൻ ചെയ്യുകയും അത് അടിഞ്ഞുകൂടുകയും പിന്നീട് അത് പല വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ടോക്സിക് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ആ ഒരു തിരിച്ചറിവ് വരുന്ന സമയത്താണ് ബോറിക് ആസിഡ് പൗഡർ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കിയതിന് ശേഷം കോൺ സ്റ്റാർച്ച് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണിൻ്റെ ഗ്ലൂക്കോസ് കണ്ടന്റ് കൊണ്ടുള്ള ഒരു പൗഡറാണ് ഇപ്പോൾ ഗ്ലൗവിനുള്ളിൽ ഡസ്റ്റിംഗ് പൗഡറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ കാലത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ ആരെങ്കിലും എടുത്തിടുവാണെങ്കിൽ ആൻസർ കാണുമ്പോൾ ബോറിക് ആസിഡ് പൗഡർ എന്ന് തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ല അതിൽ കോൺ സ്റ്റാർച്ച് പൗഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുവേണ്ടിയാണ് ആ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇട്ട് തന്നത്. ഞാനിത് നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഇതൊന്ന് നോട്ടിൽ ചെയ്തു വെക്കും.